ഷീ കുക്സ് ബിരിയാണി. ഷീ കുക്സ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവള് ബിരിയാണി പാചകം ചെയ്യും. ഇവിടെ ഷീ എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നത് കൊണ്ട് കുക്കിന്റെ എസ് ഫോം ആണ് വന്നത് അല്ലെ. വെർബിന്റെ എസ് ഫോം ആണ് വന്നത്. കുക്സ് എന്ന് വന്നു. ഷീ കുക്സ് ബിരിയാണി. ഇപ്പൊ വെർബിന്റെ എസ് ഫോമില് ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക? ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ഫോമിലെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഡസ്. ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് നമ്മൾ അടുത്ത ലൈനിൽ എഴുതി അല്ലെ. എന്താ ചെയ്തത്? ആ എസ് ഫോം കുക്സി എന്ന വെർബിന്റെ എസ് ഫോമിൽ നിന്ന് ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുത്തിട്ട് ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് എഴുതി. രണ്ടിന്റെയും അർത്ഥം എന്താണ്? സെയിം ആണ്. ഷീ കുക്സ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. ഷീ ഡസ് കുക്ക് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. രണ്ടിന്റെയും അർത്ഥം സെയിം ആണ്. ആ എസ് ഫോം വെർബിന്റെ എസ് ഫോമിൽ നിന്ന് ഡസിനെ പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം. ഇനി നോക്കൂ അടുത്ത ലൈന്. ഷീ ഡസൻറ്റ് കുക്ക് ബിരിയാണി. ഡസിന്റെ അപ്പുറത്ത് നമ്മൾ നോട്ട് ചേർത്തിട്ട് ഷീ ഡസൻ കുക്ക് ബിരിയാണി എന്നാക്കി മാറ്റി. എന്താ അതിന്റെ അർത്ഥം? അവള് ബിരിയാണി പാചകം ചെയ്യുന്നില്ല. ഷീ കുക്സ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. ഷീ ഡസൻറ്റ് കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാലോ അവൾ ബിരിയാണി പാചകം ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ് വന്നത്. ഇനി നോക്കൂ അടുത്ത ലൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഡസന്റിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഡസൻ ഷീ കുക്ക് ബിരിയാണി എന്ന് എഴുതി. ഡസൻ ഷീ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവള് ബിരിയാണി പാചകം ചെയ്യുന്നില്ലേ? ഡസൻ ഷീ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവൾ ബിരിയാണി പാചകം ചെയ്യുന്നില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായത് അല്ലെ. ഡസൻ ഷീ കുക്ക് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുന്നില്ലേ? ഇനി നോക്കുക അടുത്ത ലൈനിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഈ ഡസന്റെ അപ്പുറത്ത് നമ്മൾ ഡസന്റ് എന്നുള്ളതിന്റെ അപ്പുറത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ മതി. വൈ ഡസൻ ഷീ കുക്ക് ബിരിയാണി? ഡസന്റിന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചപ്പോൾ വൈ ഡസൻ ഷീ കുക്ക് ബിരിയാണി? എന്തുകൊണ്ട് അവൾ ബിരിയാണി പാചകം ചെയ്യുന്നില്ല? വൈ ഡസൻ ഷീ കുക്ക് ബിരിയാണി? എന്തുകൊണ്ട് അവൾ ബിരിയാണി പാചകം ചെയ്യുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ. ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ആ ഡസന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു. വൈ ഡസൻ ഷീ കുക്ക് ബിരിയാണി എന്നാക്കി മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സുകളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് അത് വന്നത്? ഡസിന്റെ എങ്ങനെ വന്നു? ഡസ് എങ്ങനെ വന്നു? ഡസ് വരാന് എന്താണ് കാരണം? ആ ഹെൽപ്പിംഗ് വെർബ് വരാനുള്ള കാരണം എന്താണ്? ഷീ എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നത് കൊണ്ട് വെർബിന്റെ എസ് ഫോമായ കുക്സ് ആണ് വന്നത് അല്ലെ. ആ കുക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഡസ് ആണ്. അഥവാ എസ് ഫോമിൽ നിന്ന് ഹെൽപ്പിംഗ് വെർബ് കിട്ടുന്നത്. കാര്യങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.